സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. ഉറങ്ങിയില്ലായിരുന്നോ എന്റെ പൊന്നു വിഷ്ണുട്ടാ? ഇത് സമയം എത്രയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എണീച്ച് നിൽക്കുന്നേ? നാളെ വെളുപ്പിന് പോണ്ടല്ലേ? ഫ്ലൈറ്റ് 5 മണിക്കാ. ഇങ്ങനെ എണീറ്റ് ഇവിടെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ 5 മണിക്ക് പോയിട്ട് രാവിലെ 10 മണിക്കൂർ എണീക്കത്തില്ല. കയറി കിടന്ന് ഉറങ്ങിക്കേ. അല്ല, നീ ചെറുക്കനെ വിളിച്ചായിരുന്നോ? അല്ല, അവൻ പറഞ്ഞെന്നല്ലേ പറഞ്ഞേ? നിന്റെ അടുത്ത് സംസാരിച്ചായിരുന്നോ? അവരെവിടെ ഇപ്പോ? എന്റെ പൊന്നു വിഷ്ണുവേട്ടാ, ഇതാ വിഷ്ണുവേട്ടന്റെ കുഴപ്പമൊന്നും എനിക്ക് നേരത്തെ തോന്നിയതാ. എന്റെ വിഷ്ണുവേട്ട, ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. ഞാൻ വിളിച്ചപ്പോൾ കാറിലാന്ന് പറഞ്ഞു. അവനവിടെ അവൻ്റേതായിട്ടുള്ള ലോകത്താ മുഴങ്ങിയിരിക്കാന്ന് പറഞ്ഞു. വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും, അവർ ഡിന്നറും കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്നാ പറഞ്ഞത്. വീട്ടിൽ എത്തിയിട്ട് വിളിക്കാന്ന് റോയി എന്നോട് പറഞ്ഞതാ. അന്നേരം ഞാൻ പറഞ്ഞു വേണ്ട, പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ, അവനൊക്കെ ആവട്ടെ, എന്നിട്ട് ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ റോയി പോവും, ഞാൻ ഋഷിയുടെ ഫോണിൽ വിളിക്കുമെന്ന് അവനോട് പറയാം, റോയിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ വിഷ്ണുവേട്ടന് വേറെ വല്ലതും അറിയണോ? എൻ്റെ വിഷ്ണുവേട്ടൻ റോയിയുടെ അടുത്ത് അവൻ സേഫാ. പിന്നെ പിള്ളേരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ഉള്ളൂ. നിങ്ങളുടെ അല്ലേ മോൻ, അത് നാക്കുകൊണ്ട് നേരെ ഇട്ടോളൂ. നാക്ക് നീ എന്നൊന്നും കൊണ്ട് പറയിപ്പിക്കരുത്, അതാ എൻ്റെ പേടി. എന്നെ ചതിക്കുന്ന എൻ്റെ നാക്കാ. അതുപോലെ ഒന്നുമില്ലാതിരുന്നാ മതിയായിരുന്നു. എൻ്റെ എടുത്തുകാട്ട എല്ലാത്തിനും കാരണം. ഇനി ഏതായാലും ഞാൻ ചെറുക്കനെ അങ്ങ് വരുന്നവരൊന്നിനും ഇല്ലാന്ന് പറഞ്ഞല്ലോ. എന്നാ ഞാൻ കിടക്കുവാ. അതാ നല്ലത്. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആവശ്യമില്ലാത്ത ആലോചിച്ച് അത്താല പുണ്ണാക്കാതെ കേട്ടോ. തൃശ്ശൂരെ മോനെ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു നമ്മൾ പുറത്താന്ന് പറഞ്ഞു. 2 പ്രാവശ്യം വിളിച്ചു. മോൻ്റെ ഫോണൊന്നും കയ്യിലില്ലാന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതങ്ങനെ എൻ്റെ മക്കളോട് പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഋഷിയുടെ നമ്പർ പൂർണിമയുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവൾ രാവിലെ വിളിക്കും. ഋഷി, മോനൊന്ന് ഫോൺ കൊടുക്കണം കേട്ടോ. മോൻ്റെ ഫോണൊക്കെ അവിടെ നിന്ന് എടുപ്പിക്കുന്നവരെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അത് സാരമില്ലെങ്കിലേ, ഫോണുണ്ടെങ്കിലും ഞാനത്ര ഫോൺ അഡിക്റ്റീവ് പേഴ്സണൊന്നും അല്ല. എപ്പോഴും ഇരുന്ന് കുത്തത്തൊന്നുമില്ല. പിന്നെ
അമ്മയെ വിളിക്കാനല്ലേ, അതിന് ഋഷിയേട്ടൻ തന്നോളൂ. അല്ല ഋഷിയേട്ടാ? ഏ ആ ആ ഞാൻ തരാം. അപ്പേ എന്നാ എനിക്ക് നല്ല തലവേദന, ഞാനെന്നാ കിടക്കാൻ പോവാം. തൃശ്ശൂരെ നിനക്ക് ഡ്രസ്സ് വേണമെന്നല്ലേ പറഞ്ഞ് കുളിച്ചിട്ടിടാൻ? ഇന്ന് വാങ്ങിയതൊക്കെ നാളെ തൊട്ടിട്ടാൽ മതി. ഇന്നുകൂടി ഞാൻ തരാം. വാ, ഡ്രസ്സ് എടുത്ത് തരാം. അപ്പം എനിക്കൊട്ടും വയ്യ. എനിക്കെന്തോ മൂടൊന്നും അത്ര ഓക്കെ അല്ല. ഞാനും ഒന്നാ പോവാം. എന്തായാലും ലേറ്റായില്ലേ? ശരി എന്നാ, ഗുഡ് നൈറ്റ്. ചിലപ്പോൾ അപ്പം നാളെ പോകുമ്പോൾ ഞാൻ എണീക്കത്തില്ലായിരിക്കും, ഉറങ്ങിപ്പോയാലോ. അതുകൊണ്ടാണ്. സേഫായിട്ട് പോയിട്ടോ. ആടാ മോനെ, പോയി കിടന്നു ചില്ല. ഈ പിള്ളേർക്ക് ഇത് എന്താ പറ്റിയേ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഉഷാറൊന്നും ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ. എന്തു പറ്റിയതായിരിക്കും? എന്നാണോ പറ്റിയേ? അവർ വീണ്ടും അടിവെല്ലാം ഉണ്ടാക്കിയോ? നിന്നോടെല്ലാം പറഞ്ഞായിരുന്നോ? ഓ എൻ്റെ പൊന്നപ്പേ, അവരടിയൊന്നും ഉണ്ടാക്കിയില്ല. രണ്ടിനും നല്ല ക്ഷീണം കാണാം, അതുകൊണ്ടാണ്. അപ്പോൾ പോയി കിടന്നേ, രാവിലെ പോകണ്ടല്ലേ? 5 മണിക്കല്ലേ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടേ? ഫ്ലൈറ്റ് എന്താ 5 മണിക്കല്ലേ? ആ, ഞാൻ ഡ്രൈവർ അങ്കിളിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ അങ്കിള് കൊണ്ടാക്കും. ചിലപ്പോൾ ഞങ്ങളാരും എണീറ്റില്ലെങ്കിലും സമയമാകുമ്പോൾ, അതുകൊണ്ടാണ്. എങ്ങാനും എണീക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടാക്കാം. അപ്പോൾ പോയി കിടക്കാൻ നോക്ക്, ചെല്ല്. ആ പിന്നെ അപ്പേ, ഒരു കാര്യം കൂടി. അവൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുവാന്ന് പറഞ്ഞില്ലേ, അവൻ്റെ ഫോണും മറ്റുമൊക്കെ. അത് വേണ്ട. ഞാനപ്പോൾ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. അവനെ ആവശ്യമില്ലാണ്ട് ഒന്നും പറയാനോ ചെയ്യാനോ ഞാൻ പോകത്തില്ല. പോവാതിരിക്കാൻ ശ്രമിക്കാം. അതവൻ്റെ കയ്യിൽ പോലെ ഇരിക്കും. പിന്നെ ഈ ഫോണ് അതൊന്നും വേണ്ട. അങ്ങനെ ഇപ്പോൾ അവൻ്റെ അച്ഛനെ വിളിക്കണ്ട. ഇതിലെങ്കിലും അപ്പം എന്നെ വെറുതെ എതിർക്കരുത്. ഇവിടെയെങ്കിലും എനിക്ക് ജയിക്കണം, അതുകൊണ്ടാണ്. ശരി അപ്പേ, ഗുഡ് നൈറ്റ്. ഞാൻ ഇനി ഇതിനെ കുറിച്ച് അവനോട് സംസാരിച്ചാലും അവൻ കേൾക്കാൻ പോണില്ല. ഏതായാലും ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞല്ലോ. അതെ, ഒറ്റയടിക്കിങ്ങ് തലവേദനയാണെന്നും പറഞ്ഞ് കയറി വന്നല്ലോ. പോയതെന്തായി? സംസാരിച്ചതെന്തായി? അവൻ എന്തെങ്കിലും വാതൊന്ന് പറഞ്ഞോ? നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞോ? പ്രശ്നം സോൾവായോ? ഇതൊന്നും നീ എന്നോട് പറഞ്ഞില്ല. അവിടെ എന്താ സംഭവിച്ചതെന്നും പറഞ്ഞില്ല. അപ്പം ഞാനാരാ പൊട്ടനാ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ? നീയല്ല പൊട്ടൻ, ഞാനാ ആശു പൊട്ടൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആശു. എനിക്ക് ഭ്രാന്ത് പിടിക്കാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. So confused. എനിക്ക് ഋഷിയോട്ട് മനസ്സിലാവണില്ല ആശു. എന്തിനാണ് എന്നോടവ അങ്ങനെ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത? എന്നെ കൊല്ലാതെ കൊല്ലുവാണ് ആശു അവൻ. എനിക്ക് ഋഷി വേണോ ആശു? അറ്റ് എനി കോസ്റ്റ് എനിക്ക് അവനെ വേണം. ഇല്ലെങ്കിൽ ഞാൻ വല്ല ഭ്രാന്തനായി പോവാശു. വാങ്ങിയും അവനെ വേണം. അതിന് ഞാൻ ചാവാനും തയ്യാറാടാ. കരയാതെ ചെയ്തു, കരയാതെ നടപ്പില്ലേ? ഒന്ന് മോങ്ങുന്നു. എന്താ നടന്നതെന്ന് കരയാണ്ട് പറ. എന്നെ വെറുതെ നീ ഫ്രസ്ട്രേറ്റഡ് ആക്കരുത്. ഞാൻ എന്തൊക്കെ കാണിച്ചു കൊടുന്ന് എനിക്ക് എന്നെ അറിയത്തില്ല. നിന്നെയും തല്ലിയിട്ട് ഞാൻ അവനെയും പോയി തല്ലും. രണ്ടും കൂടെ കുറേ നാളായി മനുഷ്യനായിട്ട്. കാര്യം പറ, എന്താ അവിടെ നടന്നേ? ഞാൻ അവനോട് സോറി പറഞ്ഞു, എല്ലാം പറഞ്ഞു. എന്നോട് പറയാൻ ഞാൻ ഹാപ്പി അല്ലേ? എങ്ങനെ നീ പറ. At last he kissed me. Why? എന്തിന്? അവരെന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവനെ കിസ് ചെയ്തേ? എന്നിട്ട് അവനെ പിടിച്ച് തള്ളിയിട്ട് പറഞ്ഞെന്ന് പറയും, Chaido, I can't do this. എന്നെ കൊല്ലാതെ കൊല്ലുവാണ് അവൻ.
എനിക്കിനിയും വയ്യ, എനിക്കിനിയും വയ്യ അശു, എനിക്കിനിയും വയ്യ, എനിക്കിനി ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, എന്തുകൊണ്ട് പറ്റത്തില്ല? എന്തുകൊണ്ട് പറ്റത്തില്ല പറയടാ. ഇത്രയും കാലം നീ അവനോടുള്ള സ്നേഹം കൊണ്ട് നടന്നില്ലേ? അതിലൊരു തുള്ളി നിനക്ക് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ പിന്നെ എന്തുകൊണ്ട് ഇനി നിനക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല? നിനക്ക് അവനോടുള്ളത് പ്യൂറായിട്ടുള്ള ലവാ, അല്ലാതെ നീ അഭിനയിക്കുമല്ല, അത് നീ മറക്കരുത്. നീ ഹാപ്പി അല്ലേ എന്ന് അവൻ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാനവനെ ഇളക്കാനായിട്ട് ഇന്നലെ പറഞ്ഞായിരുന്നു നിനക്കൊരു ബോയ് ഫ്രണ്ടായിരുന്നു, അതാ. പിന്നെ അവൻ നിന്നെ കിസ് ചെയ്ത് ബിക്കോസ് ഹി ലവ്സ് യു. നിന്നെ അവന് ഇഷ്ടമാണ്. അത് അവൻ പറയാതെ തന്നെ അവൻ്റെ കണ്ണിൽ പല പ്രാവശ്യം കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ അവനോടിത് ചോദിച്ചതുവാ. അന്നേരം അവൻ കിടന്നോട് തൊത്തിക്കളിക്കുന്ന കളിയുണ്ടല്ലോ, അതാ നീ കാണേണ്ട. എടാ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ? അതാ നീ ഇവിടെ ചെയ്യേണ്ടത്. ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഒരിക്കലും താൻ പ്രണയിക്കുന്നവൻ, അതിന് തുറന്നു പറയത്തവനായാലും അല്ലെങ്കിൽ ഇനി വൺ സൈഡായാലും ഇനി എന്തായാലും തന്നെ വിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ഒന്ന് ഈ ലോകത്ത് വേറെ ഇല്ല. മനസ്സിലായോ നിനക്ക്? ഞാൻ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് അവൻ വിശ്വസിച്ചില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നേരിട്ട് കാണാത്തതുകൊണ്ട് അവൻ സമാധാനത്തിലാണ് നടക്കുന്നത്. ആ സമാധാനം അങ്ങ് നമുക്ക് മാറ്റിക്കൊടുക്കാം. അവൻ തന്നെ വന്ന് പറയും നിന്നെ ഇഷ്ടമാണെന്ന്. അവൻ നിൻ്റെ അടുത്ത് കെഞ്ചും അവനെ വിട്ടിട്ട് പോകരുതെന്ന്. അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അതിനുള്ള എല്ലാ വഴിയും എൻ്റെ കയ്യിലുണ്ട്. നീ കരയാതെ. നീ എന്തിനല്ലെങ്കിൽ കരയുന്നേ? നീ എന്തിനാ കരയുന്നേ? ഇനി എങ്ങാനും നിങ്ങൾ ഒന്നിച്ചില്ലെങ്കിൽ അവൻ നിന്നെ ഡിസേർവ് ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നീ ഇവിടെ തെറ്റുകാരനോ നീ ഇവിടെ കരയേണ്ടവനോ അല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. എല്ലാത്തിനും നിന്ന് കരയുവോ അവൻ? ഓക്കെ, ഞാൻ കരയുന്നില്ല അശു, ബട്ട് ഐ വാണ്ട് ഹിം. എനിക്കവനെ വേണം അശു. ഹി കിസ്ഡ് മീ. ഇപ്പം എനിക്ക് ഉറപ്പവൻ എന്നെ ഇഷ്ടമാണ് അശു. എന്ത് വേണോ ചെയ്യാം, എന്ത് കോമാളിത്തരം വേണോ ഞാൻ കാണിക്കാം. എനിക്കവന് വേണം. എനിക്കവന് എൻ്റെത് മാത്രമായിട്ട് വേണം അശു. ഞങ്ങൾക്കിടയിൽ ആരും വരാൻ പാടില്ല. എനിക്കവന് വേണം. അവനില്ലാതെ എനിക്ക് പറ്റൂല അശു. എനിക്ക് മറക്കാൻ പറ്റണില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ, പറ്റണില്ല. ഓരോ ദിവസം കഴിയുന്നവർ നീ പറയും പോലെ എനിക്ക് അവനോടുള്ള ഫീലിങ്സ് കൂടി വരുവാടാ. എന്നെ കൊണ്ട് പറ്റത്തില്ല അവനില്ലാണ്ട്. ഇനി ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാംഗ്ലൂർ പോയി പഠിച്ചത്. എന്നിട്ട് എനിക്ക് പറ്റണില്ലടാ, പറ്റണില്ല. നീ പറ ഞാനെന്താ ചെയ്യണ്ടേ? എന്തും ഞാൻ ചെയ്യാം. എന്തും അവൻ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ എന്ത് കൊള്ളരുതാകുമ്പോൾ ചെയ്യാനും ഞാൻ തയ്യാറാണ്. ചൈതു, നിന്നോട് ഞാൻ പറഞ്ഞ കരച്ചിൽ നിർത്താൻ. മതി, നിർത്ത്. എനിക്ക് മനസ്സിലാവും നിൻ്റെ വിഷമം. ബട്ട് ഇപ്പം നിൻ്റെ കൂടെ ഞാനുണ്ട്. അവനെ നിനക്ക് കിട്ടിയിരിക്കും. ഇനി എത്രയൊക്കെ കയ്യെത്ത ദൂരത്തായിരുന്നാലും എന്തൊക്കെ വില കൊടുത്തിട്ടായിരുന്നാലും ഈ കാശ് കൊണ്ട് തരും നിനക്കവന്. അതുറപ്പാ. അവൻ്റെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയോ? ഉണ്ട ചോറിന് നന്ദി കേട് കാണിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് അപ്പയോട് കാണിക്കുന്ന നന്ദി കേട്. അതാണ് അവൻ്റെ മൈൻഡ് മുഴുവൻ. വളർത്തി വലുതാക്കി ആളുടെ മോനെ തന്നെ സ്നേഹിച്ചെന്നറിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ, അതൊക്കെ അവൻ ചിന്തിക്കുന്നത്. അത് തീർത്തു കൊടുക്കാം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ തീർത്തു കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ നമ്മളെടുക്കും. നീ ഒരു കാര്യം ചെയ്യും, റാമിനെ ഫോൺ വിളിക്കാൻ നോക്കും. അവനെ വിളിച്ചിട്ട് അവരോട് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. കൃഷ്ണ ഏതായാലും വീട്ടിൽ കാണാൻ വഴിയില്ലല്ലോ, അപ്പം റാമിനോട് വരാൻ പറ. എനിക്കറിയാം എവിടെ തൊട്ടാ ഋഷിക്ക് നോവുമെന്ന്. ദേ, ഇനി ഇവിടെ മോൻ കൊണ്ടിരിക്കരുത് കേട്ടല്ലോ. പോയി മോൻ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കരയത്തില്ല. ഞാൻ റാമിനെ വിളിച്ച് പറയാം. നാളെ തന്നെ വരാം.
താങ്ക് യു എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതിന്, എനിക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ തരുന്നതിന്. എൻ്റെ അനിയനായതിന്. നീ എൻ്റെ അനിയനായതിന് ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണ്? ഓ, അതങ്ങ് എനിക്ക് സുഖിച്ചു. അതേ, ഞാൻ പുണ്യം ചെയ്തിട്ടാ എനിക്ക് നിന്നെയും ആരുവിനെയും ഋഷീനെയൊക്കെ കിട്ടിയത്. ഐ എം സോ ലക്കി നിങ്ങളെപ്പോലെ 3 ചേട്ടന്മാരെ കിട്ടിയതിന്. ഇനി മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് നടന്നോളാം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഞാൻ ശരിയാക്കി തരും. ഗുഡ് നൈറ്റ്, ലവ് യു. അതെ ഋഷിയേട്ടാ, എനിവേ താങ്ക് യു. എനിക്ക് ഋഷിയേട്ടൻ്റെ കൂടെ കിടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിവിടെ കിടന്നാണേ. ആ കാലമാടൻ നിന്ന് തറയിലേക്ക് കിടത്തുന്ന ഋഷിയേട്ടനറിയോ? രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഭയങ്കര ചന്തിവേദന തന്നെ. ഒന്നവൻ ചവിട്ടിയത്, പിന്നെ ഒന്ന് തറയിൽ കിടന്നതിൻ്റെയാ. ശീലമില്ലല്ലോ. അപ്പം ഞാൻ പോട്ടെ. ഐ തിങ്ക് ഋഷിയേട്ടൻ ഓക്കെ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ ഋഷിയേട്ടാ, ബീച്ചിൽ പോയതും ഞാൻ ഋഷിയേട്ടനെ കളിക്കാൻ വിളിച്ചിടം വരെയൊക്കെ ഋഷിയേട്ടൻ ഓക്കെ ആയിരുന്നു. പിന്നെ ആ കോഴിക്കുഞ്ഞിൻ്റെ കൂടെ നടന്നിട്ട് വന്നപ്പോഴാണ് മൂഡ് ഓഫ് ആയത്. ആക്ച്വലി നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്കെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിനിപ്പോൾ മനുഷ്യനാണെന്നൊന്നും വേണ്ട, ഒറ്റയ്ക്കിരുന്ന് പറയോ സംസാരിക്കോ, ഐ മീൻ കോൺവേഴ്സേഷനിലൂടെ തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ലെന്നാ. അതേപോലെ ഇപ്പോൾ ഋഷിയേട്ടനുള്ള ഈ വിഷമം ഞാനുമായിട്ട് ഷെയർ ചെയ്താൽ ചിലപ്പോൾ കുറച്ച് സമാധാനം കിട്ടുമല്ലോ. എന്താ ആക്ച്വലി പ്രശ്നം? അല്ല, പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെക്കൊണ്ട് പരിഹരിക്കാനൊന്നും പറ്റൂലായിരിക്കും, പക്ഷേ ഞാനൊരു നല്ല കേൾവിക്കാരനായിട്ടിരിക്കാമല്ലോ. പരിഹരിക്കാൻ നിന്നെ കൊണ്ടൊന്നല്ല, ഈ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. പിന്നെ നീ പറഞ്ഞതുപോലെ ഒരു നല്ല കേൾവിക്കാരനാവാൻ നിനക്ക് പറ്റുമെങ്കിൽ സന്തോഷം. നീ പറഞ്ഞത് ശരിയാണോ ഇല്ലെന്ന് നോക്കാമല്ലോ. ആരോടെങ്കിലും ഷെയർ ചെയ്താൽ വിഷമം കുറയുന്നു, കുറച്ച് സമാധാനം കിട്ടുമെന്നു. പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നിന്നോടല്ലെങ്കിലും ഇത് ഞാൻ ഇന്നലെ പറയായിരുന്നതാ. പിന്നെ കുറച്ചുകൂടി ടൈം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാണ്ടിരുന്നത്. ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത് ഒരു 3.5 വർഷം മുമ്പെയാണ്. അതായത് ചൈതുല്ലേ, ചൈതന്യ, അവൻ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് MBBS-ന് അഡ്മിഷനൊക്കെ കിട്ടി നിന്ന ടൈമിൽ അവരുടെ അടുത്തൊരു കോളേജാണ് കിട്ടിയത്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേയിലാണ് അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. അവൻ എന്നെ ഇഷ്ടമാ, ഒരുപാട് നാളായിട്ട് പറയുമെന്ന് വിചാരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സത്യത്തിൽ ഞാനിൽ ചെറുത്താനും കടലിൽ നടുക്കായി പോയി. എന്താണെന്നറിയോ, ഞാൻ ആരോടും പറയാത്തൊരു കാര്യം നിന്നോട് പറയട്ടെ തൃശു. അതിനെന്തിനാ ചോദിക്കുന്നേ? പറഞ്ഞോ, എന്നോട് എന്ത് വേണോ പറഞ്ഞോ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സൊല്യൂഷനും കണ്ടുപിടിച്ച് തരും. ഇല്ലെങ്കിൽ ഋഷിയേട്ടനില്ലേ, ഋഷിയേട്ടൻ എൻ്റെ ത്രിലോകേട്ടനെ പോലെയാ. ഞാൻ എന്തിനും കാണും കൂടെ. പറഞ്ഞോ, പറ. എനിക്ക് നിന്നെ വിശ്വാസമാടാ. ഒരുപക്ഷെ നിന്നെപ്പോലൊരു കേൾവിക്കാരനുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ശ്വാസം മുട്ടി മരിക്കത്തില്ലായിരുന്നു. ഇവിടെ ആരോടും എനിക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ മുറിക്കും ഈ ചെവരുകൾക്കും എല്ലാം അറിയാം എൻ്റെ വേദന എന്താന്ന്. ആശുവിനറിയാം, പക്ഷെ ഞാനായിട്ട് പറഞ്ഞതല്ല. എനിക്ക് എവിടേക്കോ പാളിയപ്പോ അവനായിട്ട് കണ്ടുപിടിച്ചതാ. എനിക്ക് ചൈതൂന് ഒത്തിരി ഇഷ്ടമാണ്. ലൈഫ് മുഴുവൻ അവൻ എൻ്റെ കൂടെ വേണമെന്നുണ്ട്. അവൻ്റെ കൂടെ എനിക്ക് ഒരായുസ് മുഴുവൻ ജീവിച്ച് തീർക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യൂല. എൻ്റെ അപ്പ മരിച്ചപ്പോ, അപ്പയമ്മ മരിച്ച് എന്നെ ആരും ഏറ്റെടുക്കാതിരുന്ന സമയത്തിന് പോയപ്പോ എൻ്റെ അടുത്ത് വരുന്നത്
എന്നെ ഏറ്റെടുത്തു. എൻ്റെ അപ്പയുടെ അമ്മയുടെ കടങ്ങൾ തീർത്തു. സ്വന്തം മക്കളെക്കാൾ ഉയരത്തിൽ വെച്ച് എന്നെ നോക്കി. കമ്പനിയുടെ CEO പോസ്റ്റ് വരെ എനിക്ക് തന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. എന്നെ അവരെക്കാൾ ഇഷ്ടമായിടാം പപ്പയ്ക്ക്. അങ്ങനെ ഒരു മനുഷ്യനോട് നീയാണെങ്കിൽ നന്ദിയോട് കാണിക്കൂ? ഞാനാണെങ്കിൽ നന്ദിയോട് കാണിക്കില്ല. പക്ഷെ ഐ തിങ്ക് വേറൊന്നുമല്ല, ഋഷിയേട്ടന് ചൈതുവേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മേ ബി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് റോയ് അങ്കിളായിരിക്കത്തില്ലേ? എനിക്കങ്ങനെ തോന്നിയതാ. സന്തോഷിക്കാനോ? എങ്ങനെ സന്തോഷിക്കും നീ പറയുന്നത്? എങ്ങനെ സന്തോഷിക്കും? എന്താ എന്നെ അപ്പ നോക്കി വളർത്തിയതിന്റെ പേരിലാണോ? അതോ എന്നോടുള്ള സഹതാപത്തിന്റെ പേരിൽ മോനെ തരുമെന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലും ഇല്ല. ചിലപ്പോ നീ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ എനിക്ക് അവനെ തരും. പക്ഷെ അതൊരു അച്ഛനാടാ. നീ ഒന്ന് ചിന്തിച്ചേ. അയാൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ കാണും. മക്കളുടെ പിള്ളേരോട് കളിക്കണം, അങ്ങനെ അങ്ങനെ ഒരുപാട്. ആരും നിന്റെ ചേട്ടനോട് ഇറങ്ങി വന്നില്ലേ? അന്ന് ആ മനുഷ്യൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അന്ന് ഞങ്ങളോട് പറഞ്ഞെന്താന്നറിയോ? ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിഷ്ണുവിന്റെ കാല് പിടിച്ച് അവന്റെ വീട്ടിൽ വേലക്കാരനായിട്ട് കിടന്നിട്ടായിരുന്നാലും ഞാൻ കല്യാണമായിട്ട് നടത്തി കൊടുക്കൂലെന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ മനുഷ്യനാണ്. ഞാൻ ചോദിച്ചാൽ സമ്മതിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ടൊരു നന്ദിയോട് കാണിക്കാൻ എനിക്ക് വയ്യ. ഓ, ഇപ്പൊ നീ ചിന്തിക്കുന്ന അപ്പൊ സാറയോന്നായിരിക്കും അല്ലേ? സാറ ശരിയാ, അവൾ ഈ വീട്ടിൽ വന്നു കയറേണ്ട മരുമകൾ തന്നെയാ. പക്ഷെ എന്റെ മനസാക്ഷി ഒരിക്കലും ആ പേരെടുത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ എന്നെ ഒരിക്കലും അനുവദിക്കത്തില്ല. ഞാനത് ചെയ്യത്തില്ല തൃശ്ശൂലെ. ഓക്കെ ഫൈൻ കരയല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ ഋഷി ചേട്ടാ. എൻ്റെ മുമ്പേ നിന്ന് ആരെയും കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വിഷമം വരും. പിന്നെ ഞാനും കരയും. ഇപ്പം ഞാൻ പിടിച്ചു വെച്ചേക്കുമോ. ഋഷിയേട്ടൻ കരയില്ല. ഏട്ടൻ എൻ്റെ ത്രിലോക ഏട്ടനെ പോലെ എനിക്കേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. കരയില്ലേ ഏട്ടാ? പോട്ടെ, എനിക്ക് മനസ്സിലാവും. ചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. എല്ലാവരുടെയും ലൈഫ് ഓരോരോ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ചിലരെല്ലാം സഹിച്ചും പുറത്തും പോവും, ചിലരതിനെ ഓവർകം ചെയ്യും. ചിലർക്ക് അറിയത്തോടെ ഉണ്ടായിരിക്കത്തില്ല അവരുടെ ലൈഫ് എങ്ങോട്ടാന്ന്. ഒഴുക്കിനൊത്തൊഴുകും. ഒഴുക്കിനെതിരെ നീന്താൻ അവരെ കൊണ്ട് ഒരിക്കലും പറ്റൂല. അതുപോലൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ചേട്ടൻ നിൽക്കുന്നത്. ഋഷിയേട്ടൻ വിഷമിക്കണ്ട കേട്ടോ. ചേട്ടൻ ഫ്രഷായിട്ട് കയറി കിടന്നു. കരയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കും. എന്തിനാണെങ്കിലും ആരുടെയും കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ ഷെയർ ചെയ്യാനൊന്നും ആരുമില്ല എന്ന്. ഇനി അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഞാനിവിടെ നിന്ന് പോയാലും എന്നെ ഒരു ഫോൺ കോൾ വിളിച്ചാൽ മതി. ഋഷിയേട്ടന് വേണ്ടി ഞാൻ ഓടി വരും. എന്ത് പറയാനുണ്ടെങ്കിലും എന്നോട് പറയാം കേട്ടോ. ബി ഹാപ്പി. ഞാൻ പോട്ടെ. ശരി, ഗുഡ് നൈറ്റ്. ഇനി ഞാൻ കരയില്ല. തൃശ്ശൂലെ, താങ്ക് യു ഫോർ കംഫർട്ടിങ് മീ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. പോരെ? ചെന്നടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ നമുക്ക് അടുക്കളപ്പണിയുള്ളതാ. ആഹാ, ആളുഷാറായല്ലോ. അതെ, അടുക്കളപ്പണിയല്ല, ബംഗാളിപ്പണി കേട്ടോ. എനിക്ക് ഭയങ്കര ആത്മാർത്ഥത മൂത്തിട്ടാണ് ഞാൻ പോകുന്നതെന്നൊന്നും ഋഷിയേട്ടൻ വിചാരിക്കണ്ട. രാവിലെ ആ കാലമാടത്തെ അടിമാടൻ്റെ കയ്യിൽ നിന്ന് കുണ്ടി ചവിട്ടിട്ടാതിരിക്കാൻ വേണ്ടി പോകുന്നതാ. നേരത്തെ എണീച്ചില്ലെങ്കിലേ ഇന്ന് രാവിലെ കിട്ടിയ പോലെ കിട്ടും. റൈറ്റ് കുണ്ടി കംപ്ലീറ്റ്ലി ഔട്ട്. ഇനി ലെഫ്റ്റ് കുണ്ടി കൂടെ ഔട്ടാക്കാൻ താല്പര്യമില്ല. ഇരിക്കാൻ പറ്റത്തില്ല ലാസ്റ്റ്. ടാറ്റാ. ഇവൻ എന്തോ ഒരു മാജിക് ഉണ്ട്. ആ ഒരൊറ്റ ഡയലോഗിൽ എന്നെ കാമാക്കി കളഞ്ഞു.
ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇല്ലേല് ഞാൻ വരുമ്പോൾ കൈക്കിടയിൽ ഉളുക്ക് പിടിച്ച പോലെ ഇവിടെ മസിലും പെരുക്കി വെച്ചുകൊണ്ട് നിൽക്കേണ്ടല്ലേ എന്നെ ചോദ്യം ചെയ്യാനായിട്ട്. വൈ യു ആർ ലൈറ്റ്? ഓ, ഞാനെന്തോ അയാളുടെ കമ്പനിയിൽ പി ആണെന്ന് അയാളുടെ വിചാരം ചില സമയം. ഓ, കാലമാടൻ എന്തൊക്കെ സഹിക്കണം. കണ്ട എന്തൊരു നിഷ്കളങ്കമായ മുഖം, സ്വഭാവമോ കാണ്ടാമൃഗം. ഓ, എങ്ങനെ സഹിക്കുന്നോ ഈ വീട്ടിലുള്ളവർ. അൺസൈക്കബിൾ ഫെലോ. ഇവിടെയൊന്നും കാണുന്നുമില്ല. ഇനി നാട് വിട്ടാക്കണം പോയോ? ഓ, എന്നാൽ പണ്ടേ ഈ നാട് രക്ഷപ്പെട്ടേനെ, ഈ നാട്ടുകാർ രക്ഷപ്പെട്ടേനെ. അത് ശരിയാ, ഞാൻ നാട് വിട്ടാ നാട്ടുകാരൊക്കെ രക്ഷപ്പെടും. പക്ഷെ നീ രക്ഷപ്പെടത്തില്ലല്ലോ. എന്നാലും ഇവിടെ ഉണ്ടായത്. ഓ മൈ ലണ്ടൻ മുരുക, സിക്സ് പാക്കോ? അതെ, ഇത് ഒറിജിനലാ? ഇങ്ങനെ തട്ടായിട്ടിരിക്കുന്നേ? അല്ല, ഞാൻ കുറച്ച് ഫെവിക്കോൾ വെച്ച് ഇപ്പം തേച്ചൊട്ടിച്ചതാ. കൊള്ളാവോ? നീ എന്ത് ലേറ്റായേ? ക്യാൻ ഐ ടച്ച് ഇറ്റ്? ഞാനിത് തൊട്ടോട്ടെ? അതെ, നീ ലേറ്റായി വന്നത് മറയ്ക്കാനായിട്ടെ കൂടുതൽ ഓവർ അഭിനയമൊന്നും ഇവിടെ കിടന്ന് കാണിക്കണ്ട കേട്ടെ. എൻ്റെ നെഞ്ചിന് വേണ്ടയില്ലേ തൃശ്ശൂർ പൂരമൊന്നും നടക്കുന്നില്ല ഇങ്ങനെ അന്തം വിട്ട് ഓവർ ആക്ട് ചെയ്യാനായിട്ട്. അവൻ്റെ തൊട്ടോട്ടെ. നീ എന്താ ലേറ്റായേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എപ്പോൾ റൂമിൽ കയറണമെന്ന്, ഇല്ലെങ്കിൽ പുറത്ത് കിടക്കുമെന്ന് പറഞ്ഞതാണോ? ആ, പറഞ്ഞതാ. അതുമാത്രമല്ല, കതവടച്ച് പൂട്ടുമെന്നും പുറത്ത് കിടക്കേണ്ടി വരുമെന്നും എല്ലാം പറഞ്ഞതാ. ആക്ച്വലി ഞാൻ പുറത്ത് കിടന്നിരുന്നെങ്കിൽ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീൻ കാണാൻ പറ്റില്ലായിരുന്നല്ലോ. അതെ, പ്ലീസ് ഞാനൊന്ന് തൊട്ടട്ടെ. ആടാ, നിനക്ക് തൊടാനായിട്ട് ഞാൻ ഇവിടെ പ്രദർശനത്തിന് വെച്ചേക്കുവാണല്ലോ. ഇതേ ഓടിച്ച് നിൻ്റെ ചെവുക്കൽ ഞാൻ പൊട്ടിക്കുന്നു നോക്കിയോ. നിന്നിൻ്റെ കൊച്ചു പിള്ളേരെ പിളർന്ന് എൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നുണ്ടല്ലോ നിൻ്റെ. ആ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? അതെ, പറയുന്നുണ്ടോന്നും തോന്നരുത് ഈ കാശ്. ഞാനേ ഇത്രയും നേരം തൻ്റെ ചേട്ടനില്ലേ ഋഷിയേട്ടൻ്റെ അടുത്തായിരുന്നു. പിന്നെ താൻ ഈ മസിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ അഭിനയിക്കാമെന്ന്. ഓഫ് കോഴ്സ് ഞാൻ കണ്ടിട്ടില്ല. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഇങ്ങനെ ഒരു ബോഡി കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റില്ല തൊട്ടോട്ടെ എന്ന് ചോദിച്ചത്. എനിക്ക് തെറ്റുപറ്റി. ലോകത്ത് വഴിയെ കൂടെ പോകുന്ന പിച്ചക്കാരൻ്റെ ബോഡി തൊട്ടോട്ടെ എന്ന് ചോദിച്ചാലും തൻ്റെ ബോഡി തൊട്ടോട്ടെ എന്ന് ഇനി എൻ്റെ ജീവിതത്തിൽ ചോദിക്കത്തില്ല. പോരെ? ഇതൊരു കഷ്ടവാ. ഡിസ്കാസ്റ്റിംഗ് ഫെലോ. മാറും വിട്ടോ മാറാൻ. നീ ഇപ്പം എന്താണ് വിളിച്ചേ? ഡിസ്കാസ്റ്റിംഗ് ഫെലോ. ഹൗ ഡെയർ യു? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് നീ എന്നെ അങ്ങനെ വിളിച്ചേ? അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റാൻ എന്താടാ, നീ മൊന്തോത്തിയല്ലാണോ? നീ മനഃപൂർവ്വം എന്നെ അങ്ങനെ വിളിച്ചതെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് പറ്റല്ലേ താനോട്ട് മാറിയെന്നേ. ടു ഹോട്ട്. ചൂടെടുക്കുക. ടു ഹോട്ടല്ലേ? അയ്യോ, എന്നൊന്നും ചെയ്യില്ല. ഇനി ഞാൻ ഒന്നും പറയത്തില്ല, സത്യമായിട്ടും ഒന്നും പറയത്തില്ല. എൻ്റെ ജീവിതത്തിൽ പറയത്തില്ല. തൽക്കാലം നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. കണ്ണുറക്കടാ. കണ്ണടച്ച് നിൽക്കുക. പക്ഷേ ഇനിയും നീ ഇതുപോലെ കലവില സംസാരിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുമോ, ഇതുപോലുള്ള പല വാക്കുകൾ എന്നെ പറയുകയോ ചെയ്താ ഞാൻ കയറി നിന്നങ്ങ് റേപ്പ് ചെയ്യും കേട്ടോ. നിനക്കെന്നെ അറിയില്ല, വേറൊരു മുഖമുള്ള ഇകാശ് കൂടിയുണ്ട്. അതിനെ നീ കാണേണ്ടി വരും ലാസ്റ്റ്. അവൻ്റെ ഒരു ഡിസ്കാസ്റ്റിംഗ് ഫെലോ പോലും. ആക്ച്വലി ആരാ ഈ ഡിസ്കാസ്റ്റിംഗ് ഫെലോ എന്നുള്ളത് നീ തെളിയിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? പോയി ഫ്രഷായിട്ട് മിണ്ടാതെ തറയിലങ്ങനെ കയറി ചുരുട്ട് കുടിക്കണം. ബാക്കിയുള്ളവൻ്റെ മെക്കിട്ട് കയറാൻ വന്നാലേ നാളെന്നൊരു ദിവസം നീ കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കിയിടും. അവൻ്റെ ഡിസ്കാസ്റ്റിംഗ് ഫെലോ. എൻ്റെ ലണ്ടൻ ദൈവങ്ങളെ, ഞാനിപ്പോൾ മൂത്രം വെച്ചാണ് നിക്കറി കൂടി പോയാ. എൻ്റെ അമ്മേ, അയ്യോ, വയറ്റിലെല്ലാം ബട്ടർഫ്ലൈ തൊട്ട് ഈച്ച വരെ പറന്നു. കാലമാട്. അയ്യോ, ഇനി അത് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ എന്നെ കയറി റേപ്പ് ചെയ്യും. എൻ്റെ ചാരിലാത്യം അത് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറേ അല്ല. ഇന്ത്യൻ പുരുഷനെന്ന നിലയ്ക്ക് ഞാനത് കാത്തു സൂക്ഷിക്കണം. യെസ്, ഓഫ് കോഴ്സ്.
ഋഷിയേട്ടാ, ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, ഋഷിയേട്ടൻ ഓക്കെ അല്ലേ? ഇന്നലത്തെ വിഷമവും സങ്കടമൊന്നും ഇപ്പം ഇല്ലല്ലോ? ഏയ് ഇല്ല, ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. അതിൻ്റെ ഒരു ബിഗ് ക്രെഡിറ്റ് നിനക്കാം. നിന്റെ ഒറ്റൊരാളുടെ വർത്തമാനത്തിലാണ് ഞാൻ ഓക്കെ ആയത്. അല്ല, ഇന്ന് നിനക്ക് നിന്റെ കുണ്ടിൽ ചവിട് കിട്ടിയായിരുന്നോ? അതാണല്ലോ നമ്മുടെ പ്രധാന വിഷയം. യു നോ, ഐ എം എ ലക്കി പേഴ്സൺ. അയാൾ മാനത്തുണ്ടപ്പോൾ ഞാനങ്ങ് മാനത്തിൻ്റെ അകത്ത് വിമാനത്തിനകത്ത് കണ്ടു. അയാളെ കളി എൻ്റെ അടുത്താണ്. ഞാൻ അയാൾ എണീക്കുന്നതിന് മുമ്പ് എണീറ്റു. ഇനി അയാൾ എൻ്റെ കുണ്ടി ചവിട്ടുന്ന എനിക്കൊന്ന് കാണണം. അല്ല, ഫുഡ് ഉണ്ടാക്കണ്ടേ? ബാ. ഏ വേണ്ടടാ, ഞാനുണ്ടാക്കി. രാവിലെ അപ്പം പോയി എണീറ്റപ്പോഴത്തേക്കും ഞാനും എണീറ്റായിരുന്നു. അന്നേരം പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് ജോലിയെല്ലാം തീർന്നു. ഇനിയൊന്നുമില്ല. ഇനി എനിക്ക് ഓഫീസിൽ പോകണം. നീ ഇവിടെ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ. ആ, ചൈതു കാണും. ആ, അതുകൊണ്ടായിട്ട് എനിക്കെന്താ ഉപയോഗം? വലിയ ഉപയോഗമൊന്നുമില്ലല്ലോ. പിടിച്ച് തിന്നാൻ മാത്രമല്ല. അതെയോ 110 ഋഷിയിട്ടത് വരുന്നു. മാറിക്കിട ചേർക്കാൻ അങ്ങോട്ട്. ഋഷി, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കോഫി വേണമായിരുന്നു. എനിക്കിവിടെ അറിയാത്തോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ഇട്ടേനെ. സെക്കൻഡ്, ഇന്നലെ അതെല്ലാം എൻ്റെ ഫോൾട്ടാണ്. നീ പറഞ്ഞത് ശരിയാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി വെറുതെ അതൊക്കെ വലിച്ചഴിച്ച് വേണ്ട. ലീവ് ഇറ്റ്. ഞാനതിവിടെ കളഞ്ഞു. നമുക്കിനി പഴയതുപോലെ ആവണം. ബ്രദേഴ്സ് അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ പണ്ട്. നീയും ഹാപ്പി, ഞാനും ഹാപ്പി. ഐ എം റിയലി സോറി ഫോർ യെസ്റ്റർഡേ. അല്ല, ഇറ്റ്സ് ഓക്കെ ചെയ്തു. ഞാൻ കോഫി എടുത്തോണ്ട് വരാം. എടുത്തോണ്ടൊന്നും വരണ്ട, അവിടെ വച്ചിരുന്നാൽ മതി. ഞാൻ വന്നെടുത്ത് കുടിച്ചോളാം. നീ ഇതെന്തൊക്കെ കുടിക്കുക? നിനക്ക് ഈ വീട്ടിൽ ഒരു ജോലിയില്ലേ? എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഇന്നത്തെ ഫുഡെല്ലാം ഉണ്ടാക്കിയത് ഋഷി ആവാനാ സാധ്യത. അപ്പം പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് നിനക്കിവിടെ ഒരു പണിയുമില്ല. അതെ, ഞാൻ രാവിലെ കുളിച്ചായിരുന്നു. എൻ്റെ റൂമിലും ഇഗാഷിൻ്റെ റൂമിലും ഞങ്ങൾക്ക് കഴുകാനുള്ള ഡ്രസ്സുകളുണ്ട്. അതൊക്കെ കൊണ്ടുപോയി ആ കല്ലിലിട്ട് കഴുകുക. വാഷിംഗ് മെഷീൻ ഇടാമെന്ന് നീ വിചാരിക്കണ്ട. കല്ലിലിട്ട് തന്നെ കഴുകണം. ചെല്ല്. അല്ല ചൈതുവേട്ട, കല്ലിൽ എനിക്കറിയത്തില്ല. ഓ, എന്തോ, എങ്ങനെ? ആശു, നീ കേട്ടോ, ഇവന് കല്ലിൽ തുണി കഴുകാൻ അറിയത്തില്ലാന്ന്. ഇങ്ങനെയൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്താലോ അങ്ങോട്ട്. നീ തുണിയെടുത്ത് കഴുകുന്നു, അതോ എൻ്റെ കൈ കൊണ്ട് നിനക്ക് 2 എണ്ണം കിട്ടണോ? അല്ല, ആക്ച്വലി ഞാൻ കഴുകി. നിങ്ങളുടെ ഡ്രസ്സൊക്കെ പുതിയതല്ലേ, അത് ചീത്തയായാലോ? വേണ്ടടാ, അവൻ പറഞ്ഞ കാര്യമാണ്. ഇനി ചീത്തയായി കഴിഞ്ഞാൽ അമ്മ ഇരട്ടി പണിയാണ്. അറിഞ്ഞൂടാത്ത പണി അവനോട് ചെയ്യിപ്പിക്കണ്ട. നിനക്ക് അറിയാവുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അറിഞ്ഞൂടാത്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അറിഞ്ഞൂടാത്ത ചെയ്ത് കൊളായി കഴിഞ്ഞാൽ അതിന് നീ ഞങ്ങളുടെ നിന്ന് വാങ്ങും. അയ്യോ, അത് നിങ്ങൾ പേടിക്കണ്ട. ഞാനായിട്ട് എന്തായാലും അറിഞ്ഞ് ചെയ്യത്തില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ചെയ്യത്തേ ഉള്ളൂ. ചുമ്മാതിരിക്കണം. കോഫി ഇട്ട് വെച്ചിട്ടുണ്ട് ചെയ്തു. ആശു ഓഫീസിൽ പോകുന്നില്ലേ? ഞാനൊന്ന് ഇറങ്ങട്ടെ. നീ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ? ഞാൻ പോവാ. എനിക്ക് 2-3 ഫയൽസൊക്കെ നോക്കാനുണ്ട്. അപ്പം അതൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ ഞാൻ റെഡിയാവാൻ പോവാം. ആശു, ഒരു കാര്യം. സാറെ നീ വിളിച്ചില്ലല്ലേ? അപ്പ രാവിലെ പോകാൻ നേരത്തെ പറഞ്ഞത്. അവളുടെ പപ്പ എന്തോ അപ്പം വിളിച്ചിരുന്നു എന്നാ പറഞ്ഞേ. നിന്നോട് സാറേനൊന്ന് വിളിക്കാൻ പറഞ്ഞു. ഓ ഷിറ്റ്, അവളെന്നെ കൊല്ലും. 2 ദിവസം ഈ ബെറ്റിൻ്റെ പുറകെയൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ അവളെ വിളിക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി. എന്നെ ഇനി തേച്ചൊട്ടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ വിളിച്ചോളാം. എന്നാൽ ഋഷി നേരത്തെ ഇറങ്ങുമല്ലേ? ചൈതു, നീ ഓഫീസിലോട്ട് വരുന്നുണ്ടോ അതോ വീട്ടിൽ ഇരിക്കുവാണോ? അശു, ഞാനൊരു ഉച്ചവരെ എന്തായാലും വീട്ടിൽ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. രാവിലെ വയ്യടാ, എനിക്കൊന്ന് ഉറങ്ങണം. ഇന്നലെ ഉറക്കം നേരെ ശരിയായില്ല. ഞാൻ ഉച്ചയാകുമ്പോൾ അങ്ങ് എത്തിക്കോളാം. നീ അങ്ങ് വന്നാൽ മതി.
ഏതായാലും ഞാനെന്നാൽ പോയി റെഡിയാവട്ടെ. എന്നെ അശ്വിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ അത്യാവശ്യമെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അവൻ്റെ തന്ത ഇനി രാവിലെ പോകാൻ നേരത്ത് എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചോന്ന് അറിയത്തില്ല. പോയാലേ അറിയാവൂ. നീ ഇവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുവാ? ഓരെന്ത് പറഞ്ഞാലും അതും കേട്ടുകൊണ്ട് നിൽക്കും. നീ പോയി ഒന്നും ചെയ്യാനില്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കും. 24 മണിക്കൂർ ആരെങ്കിലും പറയുന്ന ഇങ്ങനെ ഒളിച്ച് നിൽക്കാതെ പോ. ആക്ച്വലി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ നിന്നതാ. ഇവിടെ എന്താ ചെയ്യാനുള്ളതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. സോറി, ഞാൻ പോവാ. ബൈ. ശല്യം. അല്ല, നിനക്കെന്താ അവനോട് ഇത്തിരി സോഫ്റ്റ് കോർണർ? ആ, എനിക്ക് അവനോട് സോഫ്റ്റ് കോർണർ ഒലിച്ചിറങ്ങുക. നീ ഒന്ന് പോയേ, എനിക്ക് വട്ടല്ലേ. അപ്പം പറഞ്ഞിട്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പം ഇന്നലെ ബീച്ചിൽ പോയ സമയത്തിന് നീ ഋഷി സംസാരിക്കാൻ പോയില്ലേ? ആ, അന്നേരം ഇവൻ്റെ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ മനസ്സ് വായിച്ചെടുത്തു. അപ്പം പോകുമ്പോൾ നമ്മളവന് പണി കൊടുക്കാതിരിക്കുകയാണ്. അവൻ കുഞ്ഞിതാ, അധികം അവനായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. അവ എവിടെയും കിടന്നു പോയിക്കോട്ടെ. ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാതെ ഇവിടെ വന്ന് നിൽക്കണത് അവന് ഏറ്റവും വലിയ ശിക്ഷയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. അന്നേരം പിന്നെ ഞാനും ആലോചിച്ചു, ശരിയല്ലേ. ആ, ഇപ്പം പിന്നെ വലിയ പ്രശ്നവും ശല്യമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. അല്ല, നീ ഞാൻ പറഞ്ഞതുപോലെ ഋഷിയോട് പറഞ്ഞായിരുന്നോ? ആ, അതൊക്കെ ഞാൻ ഇപ്പോൾ എണീറ്റ് വന്നപ്പോഴേ പറഞ്ഞു. അതേതായാലും നന്നായി. ഇനിയിപ്പോൾ അവൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞേ, നിനക്കെന്താ പെട്ടെന്ന് പറ്റിയെന്നൊക്കെ. കാരണം ഇന്നലെ അവനായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും ഈ ടൈമിൽ തന്നെ. അല്ല, നീ റാമിനെ വിളിച്ചായിരുന്നോ? അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ വിളിച്ചു. അതൊക്കെ ഫുൾ സെറ്റാണ്. പക്ഷേ നിനക്ക് റാമിൻ്റെ സ്വഭാവം അറിയാമല്ലോ. അവൻ ലാസ്റ്റ് എൻ്റെ തലയിലാവോ? അങ്ങനെയൊന്നും ഏതായാലും തലയിലാവത്തില്ല. ഇനി പോകുന്നവരുള്ള ശല്യം, അത് ഋഷിയായിട്ട് സംഭവമെല്ലാം സെറ്റാവുന്നവരെ നീ സഹിച്ചേ പറ്റത്തുള്ളൂ. റാമിനല്ലാതെ വേറെ ആരെയും വിശ്വസിച്ച് വിളിക്കാനും പറ്റത്തില്ല. റാമാകുമ്പോൾ നിൻ്റെ അടുത്ത് കുറച്ച് ചരിവ് ഉള്ളത് കൊണ്ട് തന്നെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ആ ചരിവ് തന്നെ എൻ്റെ പേടിയും. അല്ല, നീ എന്താ സാറേ വിളിക്കാത്തേ? നിനക്കറിയാലോ 2 ഫാമിലിയുടെ സിറ്റുവേഷനൊക്കെ. നീ എങ്ങാണോ ഒരു ദിവസം അവരെ വിളിച്ചില്ലെങ്കിൽ അവളെ പപ്പയും അമ്മയും കൂടെ അപ്പാരുടെ അടുത്ത് പരാതി പറയാനായിട്ട് ഓടിക്കൊണ്ടുവരും. എന്താ വിളിക്കാത്തേ? ആടാ, നീ തന്നെ ഇത് ചോദിക്കണം. 2 ദിവസം കൊണ്ട് ആ വിഷ്ണുദാസ് പറഞ്ഞാൽ ഞാൻ നേരെ ചൊവ്വേ തിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ബെറ്റും തേങ്ങയും അതിൻ്റെയൊക്കെ പിറകെയായിരുന്നില്ലേ. ഇന്നിപ്പോൾ ഇതോ അശ്വിൻ വീണ്ടും വിളിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇനി അടുത്ത വല്ല ഏണി ഒപ്പിച്ച് വെച്ചിട്ടാണോ അയാൾ അമേരിക്കയിലോട്ട് പറഞ്ഞെങ്കിൽ അന്നേരം മോനെ ഞാൻ ഏറിക്കയറ്റി നോക്കിയോ. അതിന് തിരക്കാണ്ട ഞാൻ അവളെ വിളിക്കാത്ത. ഞാൻ അവളെ വിളിച്ചോളാം. ഇന്നെന്തായാലും ഓഫീസിൽ പോയിട്ടൊക്കെ വന്നിട്ട് വിളിക്കാം. ഇനി അതിൻ്റെ പേരിൽ പരാതിയും പരിഭവമൊന്നും ആർക്കും വേണ്ട. എൻ്റെ പൊന്നാശു, പരാതിയും പരിഭവമൊന്നും ആർക്കും ഇല്ല. മിക്കവാറും നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തുണ്ടോ, നീ എടുക്കാത്തുണ്ടോ, അവൾ അപ്പയെ വിളിച്ചാണ്. അപ്പ അത് ഋഷിയോട് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കും, അവളെ പപ്പ വിളിച്ചു പറഞ്ഞു എന്ന്. അപ്പയ്ക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് വേറൊന്നും കാണത്തില്ല. എന്തുവായിരുന്നാലും ഇന്ന് ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് വിളിക്കാം. ഞാൻ എന്തായാലും അശ്വിൻ്റെ അടുത്തോട്ട് പോട്ടെ പെട്ടെന്ന്.